റോമാനഗരം കത്തിയെരിയുമ്പോൾ നീറോ ചക്രവർത്തി വീണ വായിക്കുകയായിരുന്നു എന്നൊരു ചൊല്ലുണ്ട്. റോമാനഗരത്തിൽ അക്കാലത്ത് വീണ ഉണ്ടായിരുന്നോ എന്നൊന്നും ചോദിക്കരുത്. ഈ പ്രയോഗത്തിൻ്റെ തനത് രൂപത്തിൽ ഫിഡിൽ എന്നാണ് പറയുന്നത്. ഫിഡിൽ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഗിത്താറിൻ്റെ ഒരു പൂർവ്വ രൂപമാണ്. ഇത് മലയാളീകരിച്ചപ്പോൾ ഫിഡില് വീണയായി പോയതാണ്. അതുപോലെ തന്നെ ഈ പ്രയോഗം അത് ചരിത്രപരമായി ശരിയാണോ എന്ന് രണ്ടഭിപ്രായമുണ്ട്. BC എന്ന കാലഗണനയ്ക്കും അപ്പുറത്ത് റോമാനഗരം ഒരു വേനൽക്കാലത്ത് കത്തി അത് എരിഞ്ഞമർന്നു എന്നുള്ളതൊരു സത്യമാണ്, അത് ചരിത്രമാണ്. തീപിടുത്തം നടക്കുമ്പോൾ നീറോ ചക്രവർത്തി റോമാനഗരത്തിൽ നിന്ന് 35-40 കിലോമീറ്റർ ദൂരെയായിരുന്നു. അപകട വാർത്ത അറിഞ്ഞ് തിരിച്ചു വന്നു എന്നാണ് ഒരു വിഭാഗം ചരിത്രകാരന്മാർ പറയുന്നത്. അന്ന് ഈ ഫിഡിൽ എന്ന് പറയുന്ന ഉപകരണവും നിലവിൽ വന്നിട്ടില്ല. അതിൻ്റെ ഒരു പൂർവ്വരൂപമാണ് സിതാര എന്ന് പറയുന്ന മറ്റൊരു സ്ട്രിങ് ഇൻസ്ട്രുമെൻ്റ്, ഒരു വാദ്യോപകരണമാണ്. അത് വായിക്കുന്നതിൽ നീറോ ചക്രവർത്തി വളരെ സമർത്ഥനായിരുന്നു. ഈ അഗ്നിബാധയെക്കുറിച്ചുള്ള വിവരം അറിഞ്ഞപ്പോൾ അദ്ദേഹം റോമാനഗരത്തിൻ്റെ ഒരു മതിൽക്കെട്ടിൽ കയറി നിന്ന് ഈ സിതാര വായിക്കുന്നവർ ഉപയോഗിക്കുന്ന പ്രത്യേകതരം വസ്ത്രം ധരിച്ച് ഒരു ശോകഗാനം പാടി. അതേക്കുറിച്ചാണ് ഈ ചൊല്ല്. അതായത് റോമാനഗരം കത്തിയെരിയുമ്പോൾ നീറോ ചക്രവർത്തി വീണ വായിക്കുകയായിരുന്നു എന്നുള്ള ചൊല്ലുണ്ടായത് എന്നാണ് ആ പക്ഷം പറയുന്നത്. പക്ഷേ അതിലൊരു മറുവശമുണ്ട്. വീണ വായിച്ചാലും ഫിഡിൽ വായിച്ചാലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ അഗ്നിബാധ കൃത്യമായിട്ട് നീറോ ചക്രവർത്തി സംവിധാനം ചെയ്തതായിരുന്നു എന്നാണ് ഒരു കഥ. കാരണം അദ്ദേഹത്തിന് നഗരത്തിലൊരു പുതിയ കൊട്ടാരം പണിയണമായിരുന്നു. ഒരു കൊട്ടാരമുള്ളപ്പോൾ മറ്റൊന്ന് പണിയുന്നത് ചീത്തപ്പേരുണ്ടാക്കും. അതുപോലെ നഗരമൊന്ന് പുതുതായി ഡിസൈൻ ചെയ്യണം, ഒന്ന് രൂപകൽപ്പന ചെയ്യുകയും വേണം. അതിൻ്റെ സൗകര്യത്തിന് നീറോ ചക്രവർത്തി അറിഞ്ഞാണ് റോമാനഗരം കത്തിയത് എന്ന് മറ്റൊരു കഥയുമുണ്ട്. റോമാനഗരം കത്തിയതും നീറോ ചക്രവർത്തിയൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷേ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായ മണിപ്പൂരിലെ ഇന്നത്തെ അവസ്ഥ കാണുമ്പോൾ ആ സംസ്ഥാനത്തിൻ്റെ ഒരു ദുരന്താനുഭവം മനസ്സിലാക്കുമ്പോൾ അതിനെ വിശേഷിപ്പിക്കാൻ ഇതിൽ പല ഒരു നല്ല പ്രയോഗം മറ്റൊന്ന് കിട്ടാനില്ല. വാസ്തവത്തിൽ മണിപ്പൂർ അക്ഷരാർത്ഥത്തിൽ കത്തിയെരിയുകയാണ്. അവിടെ മെയ്തേയ്, കുക്കി എന്നീ രണ്ട് വംശങ്ങൾ തമ്മിലുള്ള ഒരു സംഘർഷമാണ് നടക്കുന്നത്. ഒരു വംശീയ കലാപം എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. അതിൽ ഈ മെയ്തേയ് വിഭാഗത്തിൽപ്പെട്ട ഒരു കുടുംബത്തിലെ 6 അംഗങ്ങളെ കുക്കികൾ കഴിഞ്ഞ ആഴ്ചയിൽ ബന്ദികളാക്കി. 6 മാസം പ്രായമുള്ളൊരു കുട്ടി അടക്കം അവരെ 6 പേരെയും കൊന്നുകളഞ്ഞു. അവരുടെ മൃതദേഹങ്ങൾ ഈയിടെ കഴിഞ്ഞ ദിവസം ശനിയാഴ്ച ആ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഒരു പുഴയിൽ നിന്ന് കണ്ടെടുത്തു. അതിനെ തുടർന്ന് കലാപം ഇംഫാലിലേക്കും കൂടെ വ്യാപിക്കുക, തലസ്ഥാന നഗരം. അവിടെ കഴിഞ്ഞ ദിവസം 2 പ്രമുഖ മന്ത്രിമാരുടെ, ബിരേൻ സിംഗ് മന്ത്രിസഭയിലെ 2ാമനും 3ാമനുമായ മന്ത്രിമാരുടെ വീടുകൾ കത്തിച്ചു, തീ കൊളുത്തി. അതുപോലെ 4 MLA-മാരുടെ വീടുകൾ, 3 BJP-ക്കാർ, 1 കോൺഗ്രസ്സുകാരൻ, അത് തീവച്ചു. മുഖ്യമന്ത്രിയുടെ കുടുംബ വീട് അഗ്നിക്കിരയാക്കാൻ ഒരു ശ്രമം നടന്നു. ആളുകൾ അവിടേക്ക് ഇരച്ചു കയറി. പക്ഷേ സുരക്ഷാ സൈന്യം വേണ്ട സമയത്ത് ഇടപെട്ടതുകൊണ്ട് ആ വീട് കത്തിച്ചാമ്പലായില്ല. അതുപോലെ 4 ക്രൈസ്തവ ദേവാലയങ്ങൾ കത്തിച്ചു കളഞ്ഞു. കഴിഞ്ഞ 10 ദിവസത്തിനകം മണിപ്പൂരിൽ 20 ആളുകൾ, ഈ 2 വിഭാഗത്തിലും പെട്ട 20 ആളുകൾ മരിച്ചു എന്നാണ് കണക്ക്. മുഖ്യമന്ത്രി ബിരേൻ സിംഗിന് പിന്തുണ നൽകിയിരുന്ന നാഷണൽ പീപ്പിൾസ് പാർട്ടി 7 അംഗങ്ങളുള്ള പാർട്ടിയാണ്. അവർ സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചിരിക്കുക. അതുകൊണ്ട് സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടപ്പെടുന്നില്ല, അത് ശരിയാണ്. പക്ഷേ 2ാമത്തെ വലിയ കക്ഷിയാണ്, അവരുടെ പിന്തുണ ഇല്ലാതായിരിക്കുന്നു. ഇത് തീർച്ചയായും ബിരേൻ സിംഗിൻ്റെ BJP സർക്കാരിന് അതിൻ്റെ ഉറപ്പിനെ ബാധിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. അതേപോലെ തന്നെ അടുത്ത 24 മണിക്കൂറിനുള്ളിൽ കേന്ദ്ര സേനാ വിഭാഗങ്ങളെയും സൈന്യത്തെയും ഉപയോഗിച്ച് കുക്കികളുടെ ക്യാമ്പുകൾ തീർത്തും തകർത്തു കളയാൻ തയ്യാറാവുന്നില്ലെങ്കിൽ, സർക്കാർ അതിനു വേണ്ട നടപടികൾ എടുക്കുന്നില്ലെങ്കിൽ ഭയാനകമായ ഭവിഷ്യത്തുകൾ ഉണ്ടാകുമെന്നാണ്
മെയ്തൈ വിഭാഗത്തിലെ സംഘടനകളുടെ ഒരു കോർഡിനേഷൻ കമ്മിറ്റി സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് വളരെ ഗുരുതരമാണ്, വളരെ സവിശേഷമായ ഒരു സാഹചര്യമാണ്. ആ സംസ്ഥാനം നിന്ന് കത്തുകയാണ്. സമാധാനത്തിനുള്ളൊരു വിദൂര സാധ്യതകൾ പോലും കാണാനില്ല. ഈ സാഹചര്യത്തിൽ ഈ അപകടകരമായ സമയത്ത് ഈ പ്രശ്നത്തിൽ ഇടപെട്ട് സമാധാനം തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കേണ്ട, അല്ലെങ്കിൽ രണ്ട് വിഭാഗക്കാരെയും ഒരുമിച്ചിരുത്തി സംസാരിച്ച് പ്രശ്നപരിഹാരത്തിന് നടപടികൾ എടുക്കേണ്ട നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ന് നാട്ടിൽ പോലുമില്ല. അദ്ദേഹം വിദേശ സഞ്ചാരത്തിലാണ്. മണിപ്പൂർ കത്തിയെരിയുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി വീണ വായിക്കുകയാണെന്ന് പറയുന്നില്ല, പക്ഷെങ്കിൽ 3 വിദേശ രാജ്യങ്ങളിലെ പര്യടനത്തിലാണ്. ഒന്നാലോചിച്ച് നോക്കി ആ സംസ്ഥാനത്തിൻ്റെ അവസ്ഥ. ആ സംസ്ഥാനത്തോട്, അവിടുത്തെ സാഹചര്യങ്ങളോട് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് പുലർത്തുന്ന മനോഭാവത്തിൻ്റെ ഒന്നാന്തരം അടയാളം. നമ്മുടെ പ്രധാനമന്ത്രി 3ാം തവണ പ്രധാനമന്ത്രി ആയതിനു ശേഷമുള്ള 8ാമത്തെ യാത്രയാണിത്. ഈ പോക്കിൽ അദ്ദേഹം ആദ്യം നൈജീരിയയിൽ പോയി, ഇപ്പോൾ ബ്രസീലിലാണ്. അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹം ഗയാനയിലേക്ക് പോകും. അദ്ദേഹം ഗയാനയിലേക്ക് പോകുമ്പോഴും മണിപ്പൂർ കത്തിക്കൊണ്ടേ ഇരിക്കും. 2022 മെയ്യിലാണ് ഈ മെയ്തേകളും കുക്കികളും തമ്മിലുള്ള ഈ വംശീയ കലാപം ആരംഭിക്കുന്നത്. അതിനുശേഷം ധാരാളം രക്തച്ചൊരിച്ചിലുണ്ടായി, ധാരാളം വസ്തുവകകൾ അഗ്നിക്കിരയായി, ദേവാലയങ്ങളടക്കം. 2023 മെയ് മാസത്തിനു ശേഷം അവിടെ 200-ലധികം ആളുകൾ ഈ കലാപത്തിൻ്റെ ഫലമായി കൊല്ലപ്പെട്ടു എന്നാണ് കണക്കുകൾ പറയുന്നത്. എത്ര ഗുരുതരമാണ് അവിടുത്തെ അവസ്ഥ എന്ന് ഇതൊക്കെ കാട്ടിത്തരുന്നുണ്ട്. നോക്കൂ, വളരെ അപായകരമാണ് സ്ഥിതി. പക്ഷെ അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ലോക സമാധാനത്തിനു വേണ്ടി, അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിലുള്ള സമാധാനപരമായ സഹവർത്തിത്വത്തിനു വേണ്ടി ലോക രാജ്യങ്ങളിൽ ചെന്ന് വലിയ തള്ളിമറിക്കലുകൾ നടത്തുന്ന നമ്മുടെ പ്രധാനമന്ത്രി ഈ കലാപം ആരംഭിച്ചിട്ട് ഇതേവരെ മണിപ്പൂർ സന്ദർശിച്ചിട്ടില്ല എന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കം അവിടെ പോയി കാര്യങ്ങൾ നേരിട്ട് കണ്ടു, കോൺഗ്രസിൻ്റെ നിലപാടുകൾ വ്യക്തമാക്കി. പക്ഷേ ഇതേവരെ നമ്മുടെ പ്രധാനമന്ത്രി മണിപ്പൂരിലേക്ക് പോയിട്ടില്ല. അതെന്തുകൊണ്ടാണ്? എന്താണ് അതിന് കാരണം? ആർക്കും മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നുന്നു BJPക്ക് പോലും, അതിൻ്റെ നേതാക്കൾക്ക് പോലും ഈ നിസ്സംഗത, പ്രധാനമന്ത്രിയുടെ നിസ്സംഗത മനസ്സിലാകുന്നില്ല, ദഹിക്കുന്നതല്ല. എങ്ങനെയാണ് പരമപ്രധാനമായ സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്ന് ഇങ്ങനെ ഒഴിഞ്ഞു നിൽക്കാൻ ഒരു പ്രധാനമന്ത്രിക്ക് സാധിക്കുന്നു എന്നുള്ളത് വിസ്മയകരമായ ഒരു കാര്യമാണ്. സഹോദരന്മാർ തമ്മിൽ അടിക്കുന്നു എന്ന് വിചാരിക്കുക, അവർ പരസ്പരം തലതല്ലിച്ചാകാൻ നിൽക്കുക. അപ്പോൾ അച്ഛൻ എന്താ ചെയ്യേണ്ടത്? അച്ഛനാണ് ഈ കാര്യത്തിൽ ഇടപെടേണ്ടത്. 2 മക്കളെയും വിളിച്ചിരുത്തി അവരോട് സംസാരിക്കേണ്ടത്, ഗുണദോഷിക്കേണ്ടത്, വേണ്ടി വന്നാൽ അച്ഛനെന്ന അധികാരം പ്രയോഗിക്കേണ്ടത് അദ്ദേഹമാണ്. പക്ഷേ ഇവിടെ അച്ഛൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രി ഇതിലൊന്നും ഇടപെടുന്നില്ല. മക്കളിൽ ആരെങ്കിലും ഒരാൾ തലതല്ലി ചത്തോട്ടെ എന്നാണോ ഈ അച്ഛൻ വിചാരിക്കുന്നത്? മണിപ്പൂർ കാണുമ്പോൾ നമുക്ക് ആ സംശയമാണ് വീണ്ടും വീണ്ടും ഉണ്ടാകുന്നത്. മക്കളെ തല്ലാൻ വിട്ടിട്ട് രാജ്യാന്തര യാത്ര നടത്തുന്ന ഒരു അച്ഛൻ്റെ മനോഭാവം അല്ലെങ്കിൽ മാനസികാവസ്ഥയാണ് നമുക്ക് പ്രധാനമന്ത്രിയിൽ കാണാൻ സാധിക്കുന്നത്. ഒരു സംസ്ഥാനം അത് നിലനിൽപ്പിന് വേണ്ടി കൈകാലിട്ടടിക്കുമ്പോൾ, വല്ലാത്തൊരു ദുരന്താവസ്ഥയെ നേരിടുമ്പോൾ എങ്ങനെ നമ്മുടെ പ്രധാനമന്ത്രിക്ക് അത് ശ്രദ്ധിക്കാതെ, ആ പ്രശ്നത്തിനൊരു പ്രാധാന്യം കൊടുക്കാതെ, പരിഗണന നൽകാതെ ഇങ്ങനെ ഗോളാന്തര യാത്ര നടത്താൻ സാധിക്കുന്നു എന്നുള്ളത് അത്ഭുതകരം തന്നെയാണ്. പ്രധാനമന്ത്രിമാർ വിദേശ സഞ്ചാരം നടത്തരുതെന്നും ആരും പറയില്ല. അത്യാവശ്യ സന്ദർഭങ്ങളിൽ പോയേ പറ്റൂ. അത് നമ്മുടെ രാജ്യവും മറ്റു വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധത്തിൻ്റെയൊക്കെ പ്രശ്നമാണ്. ഐക്യരാഷ്ട്രസഭയിൽ പോയി സംസാരിക്കേണ്ടി വരും, മറ്റ് രാജ്യങ്ങളുടെ സംഘടനകളിൽ അതിൻ്റെ സമ്മിറ്റുകളിലൊക്കെ പോകേണ്ടി വരും. പക്ഷേ ഇവിടെ ഇന്ത്യയിലെ കാര്യം നോക്കുമ്പോൾ
നമ്മുടെ പ്രധാനമന്ത്രി രാജ്യത്താണോ കൂടുതൽ ദിവസമുള്ളത് അതോ വിദേശത്താണോ എന്ന് പോലും സംശയിക്കാവുന്ന തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ജൂൺ 9-ാം തീയതിയാണ് നരേന്ദ്രമോദി 3-ാം തവണ പ്രധാനമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റത്. 4-ാം ദിവസം ജൂൺ 13-ന് അദ്ദേഹം ഇറ്റലിയിലേക്ക് പറന്നു. അതിനുശേഷം റഷ്യ, ഓസ്ട്രിയ, പോളണ്ട്, ഉക്രൈൻ, ബ്രൂണൈ, സിംഗപ്പൂർ, അമേരിക്ക, ലാവോസ്, റഷ്യ എന്നീ രാജ്യങ്ങളിലേക്ക് പോയി. ഈ 16-നാണ് നൈജീരിയയിലേക്ക് യാത്ര തിരിച്ചത്. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ബ്രസീലിലാണ്. അടുത്ത ദിവസം ഗയാനയിലേക്ക് പോകും. 8 യാത്രകളിലായിട്ട് 13 രാജ്യങ്ങളിലാണ് നമ്മുടെ പ്രധാനമന്ത്രി പോയത്. അദ്ദേഹം പ്രധാനമന്ത്രി ആയതിനു ശേഷം 83 വിദേശയാത്രകൾ നടത്തിയിട്ടുണ്ട്. 71 രാജ്യങ്ങളിലേക്ക്. 10.5 കൊല്ലം കൊണ്ടാണിത്. മോദിയിട്ട ഈ റെക്കോർഡ് അതൊരു സർവകാല റെക്കോർഡായിട്ട് അവശേഷിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനി ഭാവിയിൽ ഏതൊരു പ്രധാനമന്ത്രി വന്നാലും ഈ റെക്കോർഡ് ഭേദിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ചില വിദേശയാത്രകളുടെ ഭാഗമായിട്ട് വലിയ വലിയ തള്ളുകൾ ഇന്ത്യയിൽ നമ്മൾ കേൾക്കാറുണ്ട്. റഷ്യയിലോ ഉക്രൈനിലോ ഒക്കെ പോകുമ്പോൾ മോദി ഇപ്പോൾ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കും, അദ്ദേഹത്തിൻ്റെ ഇടപെടലിലൂടെ യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം അവസാനിക്കാൻ പോവുകയാണ്. നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ ഉണ്ടല്ലോ, ദോവലിൻ്റെയും കൂടെ സഹായത്തോടെയാണ് ഈ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുക എന്നാണ് ഈ BJPയുടെ പാണന്മാർ നാട് നീളെ നടന്ന് പാടുന്നത്. അതുപോലെ ഐക്യരാഷ്ട്രസഭയിൽ സംസാരിക്കുമ്പോൾ, യൂനിൽ ചെല്ലുമ്പോൾ ഈ പാണന്മാർ വേറെ പാട്ട് പാടും. മധ്യപൂർവേഷ്യയിലെ പ്രശ്നങ്ങളെല്ലാം തീരാൻ പോവുക, മോഡി സാബ് ഇടപെടാൻ പോവുക, അജിത് ദോവൽ കൂടെയുണ്ട്. ഇസ്രയേലും ഹമാസുമായി, ഹിസ്ബുള്ളയുമായി, ഇറാനുമായി, ലെബനോനുമായി ഇവരൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ പരിഹരിക്കപ്പെടും. പക്ഷേ മോദി തിരിച്ചു വന്നതിന് ശേഷം ഈ തള്ളുകളൊന്നും ആരും കേൾക്കുന്നില്ല. യുക്രൈനിൽ ഇപ്പോഴും യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ആഴ്ചയാണ് അവർ ഈ യുദ്ധത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണം റഷ്യയിലേക്ക് നടത്തിയത്. മധ്യപൂർവേഷ്യയിലെ സമാധാനത്തിൻ്റെ യാതൊരു ലക്ഷണങ്ങളും കാണുന്നില്ല. ഇപ്പോൾ കേൾക്കുന്നത് ഇസ്രയേൽ അവരേറ്റവും അവസാനം നടത്തിയ ബോംബാക്രമണത്തിൽ ഇറാൻ്റെ ആണവായുധ സംവിധാനങ്ങളെല്ലാം തകർത്ത് കളഞ്ഞു എന്നാണ്. അവിടെയും യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്, ഒരു ശമനവുമില്ല. പക്ഷെ തള്ളുകൾക്ക് യാതൊരു കുറവുമില്ല. ഉക്രൈനിലെയും മധ്യപൂർവേഷ്യയിലെയും ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഈ ഭഗീരഥ പ്രയത്നം നടത്തുന്ന മോദി എന്തുകൊണ്ട് സ്വന്തം രാജ്യത്തെ, സ്വന്തം ജനങ്ങളുടെ പ്രശ്നം, മണിപ്പൂരിലെ ഈ കലാപ അന്തരീക്ഷം ശമിപ്പിക്കുന്നതിന്, അവിടെ സമാധാനം കൊണ്ടുവരുന്നതിന് ഒരു ചെറു വിരൽ പോലും അനക്കുന്നില്ല എന്നുള്ളതാണ് നമ്മളെ അമ്പരപ്പിക്കുന്ന ഒരു ചോദ്യം. എന്താണതിൻ്റെ കാരണം? എന്തുകൊണ്ടാണ്? ഒരുപക്ഷേ അവിടുത്തെ ഒരു വിഭാഗം, BJPക്ക് താല്പര്യമില്ലാത്ത ഒരു വിഭാഗം ഉന്മൂലനം ചെയ്യപ്പെട്ടുകൊള്ളട്ടെ എന്നാണോ ഗവൺമെൻറ്റും അല്ലെങ്കിൽ BJPയും ആഗ്രഹിക്കുന്നത്? അങ്ങനെ പലരും സംശയങ്ങൾ ഉയർത്തുന്നുണ്ട്. പുതിയ കൊട്ടാരം നിർമ്മിക്കാൻ, പുതിയ നഗരം രൂപകൽപ്പന ചെയ്യുന്നതിന് നീറോ ചക്രവർത്തി റോമാ നഗരം അഗ്നിക്കിരയായിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ചു എന്ന് പറയുന്നത് പോലെ പുതിയ മണിപ്പൂർ സൃഷ്ടിക്കാനാണോ ഇവിടെ ശ്രമം നടക്കുന്നത്?